ഇവിടെ കയറി വന്ന് നിന്നെ ഉപദ്രവിക്കാൻ ആർക്കാ ധൈര്യം? അതെനിക്കറിയണം. പോട്ടെ നന്ദ, ഇനി ഇതിന്റെ പേരിൽ വഴക്കിലൊന്നും പോണ്ട. ഞാനിതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കട്ടെ. മതി. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് മതി ഇതൊക്കെ എടുത്തു വയ്ക്കുന്നത്. പറയ്, ആരാ ഇവിടെ വന്നത്? അവന്തിക. ഇതിനവൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ. എന്ത് ചെയ്തിട്ടാ സന്ധ്യ അവൾ ഇത്രയ്ക്ക് ഉപദ്രവിച്ചത്? എനിക്കറിയില്ല നന്ദ. വന്ന് കയറിയ പാടെ എന്നെ ഉപദ്രവിക്കായിരുന്നു. ഞാൻ ഗർഭിണിയാണോ എന്ന് ചോദിച്ചിട്ടാ ഉപദ്രവം തുടങ്ങി. ആണെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെന്നെ കൊന്നേനെ. നിന്റെ ഗർഭം കലങ്ങിപ്പോട്ടെന്ന് പറഞ്ഞ് അവളെന്നെ ഉപദ്രവിച്ചത്. അവൾക്ക് ഭ്രാന്താണ്, മുഴുവൻ ഭ്രാന്ത്. കാണിച്ചു കൊടുക്കാൻ ഞാൻ. വേണ്ട നന്ദ, ദയവേത് അവിടെ ചെന്ന് എന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇപ്പൊ തന്നെ നമ്മുടെ ബന്ധം അർച്ചനയ്ക്കും അവന്തികയ്ക്കും അറിയാം. എല്ലാവരും അറിയട്ടെ. ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. സന്ധ്യയ്ക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ? എന്റെ വേദനയൊന്നും നന്ദ കാര്യമാക്കണ്ട. എനിക്കൊന്നുമില്ല. സാരമില്ല, അവളുടെ അഹങ്കാരം ഞാൻ നിർത്തിത്തരാം. ഇനി ആരെയും അവൾ ഇതുപോലെ ഉപദ്രവിക്കില്ല. ദേവീത്, നന്ദ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതിന്റെ പേരിൽ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയ കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ. അത് പാടില്ല. ഇനി അവളെ കാണുമ്പോ സന്ധ്യ പേടിക്കാൻ പാടില്ല. പകരം സന്ധ്യയെ കാണുമ്പോ അവള് പേടിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. അതെന്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് ചെയ്തിരിക്കും. ഒരു തവണ നമ്മളിത് ക്ഷമിച്ചാൽ അവൾക്ക് ആത്മവിശ്വാസം കൂടും. പിന്നെ എവിടെ കണ്ടാലും അവളെ സന്ധ്യ ഉപദ്രവിക്കും. അവളെ പേടിക്കാതെ പിന്നെ സന്ധ്യയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. നല്ല അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. എന്റെ പേര് പറഞ്ഞല്ലേ അവൾ സന്ധ്യ ഉപദ്രവിച്ചത്. അപ്പോ അതിനുള്ള മറുപടി ഈ ഞാൻ തന്നെ കൊടുത്തോളാം.